ഉത്തർപ്രദേശിൽ ഒരു ലേറ്റസ്റ്റ് പശുക്കുട്ടി ജിഹാദ്. ഇപ്പം എല്ലാം ജിഹാദാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പശുക്കുട്ടി ജിഹാദ് കൂടെ ചേർത്ത് വെച്ചത്. ഇപ്പം പല സ്ഥലങ്ങളിലും വളരെ വ്യാപകമായും വിജയകരമായ അല്പകാലത്തേക്കും എന്നാലും കുറച്ച് പോലീസുകാരും സംവിധാനവുമൊക്കെ അന്തസ്സുള്ളവരും യോഗ്യതയുള്ളവരും സത്യത്തോട് കൂറു പുലർത്തുന്നവരും ഉള്ളതുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് ഉത്തർപ്രദേശിലെ ബിജനോർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ജൂൺ 18 നടന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ പെട്ടെന്ന് ഒരു പാടത്ത് നമ്മുടെ പശുക്കുട്ടിയുടെ ഗോമാതാവിൻ കുഞ്ഞിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു. ആ കിടക്കുന്ന പാടം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട് ഹസൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ആളിൻ്റെ വീടാണ്. അയാളുടെ വീടിൻ്റെ സമീപത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ ഉത്തർപ്രദേശിലെ ഒരു സ്ഥിതിവിശേഷം വെച്ച് ഉടൻ തന്നെ അതിൻ്റെ അടുത്തുള്ള ആളിനെ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് ആ പ്രദേശത്തുള്ള ഒരു ഡസനോ 2 ഡസനോ വീടുകൾ ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യലാണ് പതിവുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, കുറച്ച് പേരൊക്കെ ഇപ്പോഴും സത്യത്തോട് കൂറു പുലർത്തുന്നവരും സഹതാപം കൊണ്ട് സഹായിക്കുന്നവരും എന്ന് പറഞ്ഞാൽ മനസ്സിനുള്ളിൽ അയ്യോ അവർ പാവങ്ങൾ, അവരെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിൽ കൂടുതൽ എന്തിന് ചെയ്യണം എന്നൊക്കെ പറയുന്ന ചിന്തയുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള അവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ പോലീസ് ഈ ഹസൻ എന്ന് പറയുന്ന ആളിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അവിടുത്തെ രഹസ്യാന്വേഷണ പോലീസിനെ കൊണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഫൈസാൻ എന്ന് പറയുന്ന ആളാണ് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ അതിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല എവിടുത്തെയും സ്ഥിതി. ഏറ്റവും പെട്ടെന്ന് കൊട്ടേഷൻ എടുക്കുന്നത് ഈ ക്യാക്കിയാമാരാണ്. കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ടായാലും അല്ലാതെ ആയാലും കൊട്ടേഷനുകൾ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കൊട്ടേഷൻ എടുത്ത് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഹസൻ ഇതിൽ യാതൊരു പങ്കുമില്ല. അദ്ദേഹം ആരുടെ കൊട്ടേഷനാണ് എടുത്തിരിക്കുന്നതെന്നറിയാവോ? നിലവിലത്തെ ഗ്രാമത്തലവനായ ജഗ്പാലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കിരൺ പാലുമാണ് ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിൽ അവൻ്റെ വഴിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഹസൻ്റെ വഴിക്ക് വേണ്ടി ഇതങ്ങ് അറുത്തേക്കാൻ ഈ ഫൈസാനോട് പറഞ്ഞു. അതിന് പശുക്കുട്ടിയെയും കൊടുത്തു, ഗോമാതാവിൻ കുഞ്ഞിനെയും കൊടുത്തു, അതിന് വേണ്ട കാശും കൊടുത്തു. സംഗതി എന്തിനാണ് ഇത് ചെയ്തതെന്നറിയാവോ? അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ നടക്കാൻ പോകുന്ന ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഹസൻ മത്സരിച്ചാൽ ഹസൻ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അയാളൊരു ജനസ്വീകാര്യതയുള്ള ആളാണ്. അയാൾ അവിടെ ആളുകൾക്ക് ഇഷ്ടമാണ്. ഒരുപാട് ഉപകാരങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അയാളെ പിന്നെ തോൽപ്പിക്കാൻ ഏക മാർഗം എന്താ സംഗതി? ഈ പറഞ്ഞതുപോലെ ഗോമാതാവിനെ പ്രയോഗിക്കുക എന്നത് മാത്രമാണ്. അത് പ്രയോഗിച്ച ആളുകളെ എതിരാക്കിയാൽ ഹസൻ തോക്കും, ഇനി എത്ര കാര്യങ്ങൾ ചെയ്താലും. അങ്ങനെ അതിനുവേണ്ടി നടത്തിയ വിജയകരമായ ഒരു ഗോമാതാവിൻ കുഞ്ഞ് ജിഹാദാണ് ഏതൊക്കെയോ സത്യസന്ധരായ പോലീസുകാരുടെ താല്പര്യം കൊണ്ടും ഈ ഹസൻ്റെ തലയിലെഴുത്തുകൊണ്ടും ഇങ്ങനെയായി തീർന്നതും. ഈ ഗ്രാമമുഖ്യനും അതുപോലെ അനിയനും അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഫൈസാനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത് നമ്മുടെ നാട്ടിലും വളരെ വിജയകരമായി പരീക്ഷിച്ചു പോരുന്ന ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരു ഹോട്ടലുകാരന് നല്ല കച്ചവടം വന്നാൽ അതിനെ ഈ പറഞ്ഞ ഹലാൽ അല്ലാത്ത ഹോട്ടലാക്കും. ഏതെങ്കിലും ഒരു കച്ചവടക്കാരന് ഇത്തിരി കാശുണ്ടായാൽ അത് അങ്ങനെയാക്കും. ആരെങ്കിലും ഒരു വസ്തു വെച്ചാൽ അതിലേക്ക് ഭീകരവാതകം കൊണ്ടുവരും. ആരെങ്കിലും ഒരുത്തൻ രക്ഷപ്പെടുന്നത് നോക്കിയാൽ ഇതുപോലെ ഒരു കഥയുണ്ടാവും. അങ്ങനെ തലനാരിഴയ്ക്ക് തൽക്കാലം UP-യിലെ ബിജനോറിലെ ഹസൻ രക്ഷപ്പെട്ടു.